യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 63-ാം തിരുലിഖിതം. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ് എന്നരുളി ചെയ്ത രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ അത്ഭുത നാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്നത് ദൈവവചനം എന്നെ ജ്ഞാനിയാക്കുന്നു എന്ന വിഷയത്തെക്കുറിച്ചാണ്. ദൈവവചനം എന്നെ അനുഗ്രഹത്തിലേക്ക് ഉയർത്തുന്നു, എന്നെ മഹത്വത്തിലേക്ക് ഉയർത്തുന്നു. ഹെബ്രായ ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ 7-ാം തിരുലിഖിതം, കൂടെ കൂടെ പെയ്യുന്ന മഴവെള്ളം കുടിക്കുകയും ആരുടെ പ്രയോജനത്തിന് വേണ്ടി കൃഷി ചെയ്യപ്പെടുന്നുവോ അവർക്കായി സസ്യങ്ങളെ മുളപ്പിക്കുകയും ചെയ്യുന്ന ഭൂമി ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, സർവശക്തമായ വചനത്തിൻ്റെ അത്ഭുത ശക്തി ഇതാ പ്രവഹിക്കുകയാണ്. 147-ാം സങ്കീർത്തനത്തിലെ 15-ാം തിരുലിഖിതം, അവിടുന്ന് ഉന്നതങ്ങളിൽ നിന്ന് കൽപ്പന അയക്കുന്നു, അവിടുത്തെ വചനം പാഞ്ഞു വരുന്നു. സർവശക്തമായ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അത്ഭുത ശക്തി കുടുംബങ്ങളിലും സമൂഹങ്ങളിലും ഇപ്പോൾ വ്യാപരിക്കാൻ കർത്താവ് അംഗീകരിച്ച മണിക്കൂറിലേക്ക് ഞാനും നിങ്ങൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എൻ്റെ പേര് ജെസി കെ എബ്രഹാം. ഞാനിത് എഴുതുന്നത് അമേരിക്കയിലെ ന്യൂയോർക്ക് എന്ന സ്റ്റേറ്റിൽ നിന്നാണ്. ഇത് എൻ്റെ ഒരു അനുഭവമാണ്. ഇവിടെ എൻ്റെ വീട്ടിൽ എലിയുടെ ശല്യം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടി. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ കാലിഫോർണിയയിലുള്ള അനുജത്തി മിനിയുമായി സംസാരിച്ചു. അനുജത്തി പറഞ്ഞു, ജെസി, ഓൺലൈനിൽ സെഗിയോനിലെ അഭിഷേകാഗ്നി സംപ്രേഷണത്തിൽ ഒരു വീട്ടിൽ എലിശല്യം ഉള്ളതിനെക്കുറിച്ചും അത് വിട്ടുമാറിപ്പോയതിനെക്കുറിച്ചും അച്ഛൻ വിശദമാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, മിനി, ഇതിനും പ്രാർത്ഥിക്കാമോ? അപ്പോൾ അവൾ പറഞ്ഞു, പ്രാർത്ഥിക്കാം. ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ അറിയാം, നമുക്കാണ് അറിയാൻ പാടില്ലാത്തത്. അങ്ങനെ ഞാൻ ഓൺലൈനിൽ പോയി അഭിഷേകാഗ്നി പ്രോഗ്രാം കേട്ടു. അവിടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ കുടുംബങ്ങളിൽ വിടുതൽ സംഭവിച്ചതിനെ കുറിച്ച് അറിഞ്ഞു. അപ്പോൾ ഉടനെ ഞാൻ ഓർത്തു, എലിശല്യം വിട്ടുപോയാൽ എനിക്ക് സാക്ഷ്യം പറയാൻ മടിയാണല്ലോ, ഞാൻ എന്തു ചെയ്യും? എങ്കിലും ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. 2009 നവംബർ അല്ലെങ്കിൽ ഡിസംബറിലാണ് ഈ സംഭവം. വചനപ്രഘോഷണം കേട്ടതിന് ശേഷം 3 ദിവസത്തേക്ക് ഒരിക്കലും ഉണ്ടാകാത്തത്ര എലിശല്യം രൂക്ഷമായി. ആ ശബ്ദം കാരണം ഉറങ്ങാൻ പോലും സാധിക്കാത്ത സ്ഥിതിയായിരുന്നു. എന്നാൽ പിന്നീട് എൻ്റെ കുടുംബത്തിൽ നിന്ന് പരിപൂർണമായും എലിയുടെ ശല്യം അപ്രത്യക്ഷമായി. അച്ഛാ, എൻ്റെ മനസ്സിൽ സാക്ഷ്യം പറയാൻ എനിക്ക് മടിയാണ് എന്ന് ഞാൻ വിചാരിച്ചിട്ട് പോലും എൻ്റെ ഈശോ എൻ്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ കുടുംബത്തിൽ നിന്ന് എലിയുടെ ശല്യം പൂർണ്ണമായി മാറ്റിത്തന്നു. എൻ്റെ ഈശോയ്ക്ക് ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ ഈശോയുടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തുടർച്ചയായി ഓൺലൈനിൽ ടെലിവിഷനിലൂടെ വചന പ്രഘോഷണം ഞാൻ പങ്കുചേർന്ന് ദൈവത്തെ ആരാധിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എലിയുടെ ശല്യം നിമിത്തം പൊറുതിമുട്ടിയ കുടുംബത്തിൽ ടെലിവിഷനിലെ വചനം കേട്ട് മനസ്സ് നൊന്ത് പ്രാർത്ഥിച്ചു. സഹോദരി പറഞ്ഞു, ദൈവമേ, എനിക്ക് സാക്ഷ്യം പറയാൻ നാണക്കേടാണ്. സാക്ഷ്യം പറയാൻ മാത്രം എന്നെ കിട്ടില്ല, ഞാൻ വരില്ല. എനിക്ക് സാക്ഷി പറയാൻ നാണക്കേടാണ്, അവിടെ നിന്ന് ഇടപെടണമെന്ന് പറഞ്ഞ് കരഞ്ഞങ്ങോട്ട് പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥന ദൈവസന്നിധി സ്വീകാര്യമായി. ആ കുടുംബത്തിൽ നിന്ന് എലിയുടെ ശല്യം വിട്ടുമാറിപ്പോയൊരു അനുഭവം ഈ സഹോദരി രേഖപ്പെടുത്തുകയാണ്. ഏതാണ്ട് 1 വർഷമായി. കഴിഞ്ഞ 2009 നവംബർ ഡിസംബർ സംഭവിച്ചത് 2010 നവംബർ ഡിസംബർ ആയിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരാത്തത് കൊണ്ട് ആ സഹോദരി ഇത് എഴുതി അറിയിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഈ നിമിഷങ്ങളിൽ 2 കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഓ ദൈവമേ, ഈ പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഇരുന്ന് ചങ്ക് നുറുങ്ങി പ്രാർത്ഥിക്കുന്ന അനേക ലക്ഷം ജനങ്ങളുടെ മേൽ ഇപ്പോൾ സ്വർഗത്തിന്റെ അത്ഭുത അഭിഷേകം വ്യാപരിക്കട്ടെ കർത്താവേ. തകർന്നവർ, വേദനിക്കുന്നവർ, കണ്ണുനീരിക്കുന്നവർ, സമാധാനം നഷ്ടപ്പെട്ടവർ, കഠിന പാപബന്ധത്തിൽ കുടുങ്ങിക്കിടക്കുന്നവർ, സാത്താൻ തന്റെ ഇഷ്ട നിർവഹണത്തിന് വേണ്ടി ബന്ധിച്ചിട്ടിരിക്കുന്നവർ, അന്ധകാരത്തിന്റെ അധോ ലോകങ്ങളിലേക്ക് വീണുപോയവർ, എല്ലാ തരത്തിലുള്ള ഞെരുക്കുകൾ ഇരിക്കുന്ന ഓരോ മകന്റെ മേലും മകളുടെ മേലും സ്വർഗത്തിന്റെ അത്ഭുത അഭിഷേക ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിന്മയും അതിന്റെ ആധിപത്യങ്ങളും ഛിന്ന ഭിന്നമായി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ അത്ഭുത അഭിഷേക ശക്തി ഹൃദയങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്കും ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ. ഹെബ്രായ ലേഖനം 6-ാം അധ്യായം 7-ാം തിരുലിഖിതം. കൂടെ കൂടെ പെയ്യുന്ന മഴവെള്ളം കുടിക്കുകയും ആരുടെ പ്രയോജനത്തിന് വേണ്ടി കൃഷി ചെയ്യപ്പെടുന്നുവോ അവർക്കായി സസ്യങ്ങളെ മുളപ്പിക്കുകയും ചെയ്യുന്ന ഭൂമി ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിലപ്പോഴെങ്കിലും ചില പ്രദേശത്ത് ചെല്ലുമ്പോൾ തുറന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അച്ഛൻ ഇങ്ങനെ ഈ അഭിഷേകം പ്രാപിച്ചതിൻ്റെ വഴികളൊക്കെ ഒന്ന് പറഞ്ഞു തരിക. അച്ഛൻ്റെ ആ ജീവിതത്തിൽ ഇതൊക്കെ ഇങ്ങനെ ആയെന്നുള്ളത് എല്ലാം ഒന്ന് വിശദമായിട്ട് തുറന്ന് പറയുക. ഹല്ലേലൂയ. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എൻ്റെ ജീവിതത്തെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ദൈവിക ശുശ്രൂഷകൾക്ക് വേണ്ടി ഒരു അനുഗ്രഹമുള്ള ജീവിതമാക്കിയ ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് ദൈവസ്തുതിപ്പ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട, അതിനേക്കാൾ ഒരു പടി കൂടി ഉയർന്നു നിൽക്കുന്ന വിധം പ്രാധാന്യമുള്ള മറ്റൊരു സംഗതിയാണ് ഈ അട്ടപ്പാടി മലമുകളിൽ വെച്ചിട്ട് ദൈവവചനം പഠിക്കാൻ തുടങ്ങി. ഞാൻ സെമിനാരിയിൽ നിന്ന് വന്നപ്പോൾ കുറേയൊക്കെ വചനങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫുള്ളായിട്ടും ഹൃദയം കൊണ്ടല്ല, ബുദ്ധിയിൽ പഠിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഹൃദയത്തിൽ ഫുള്ളായിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 5-6 വാക്യങ്ങൾ പഠിപ്പിച്ചിരിക്കുകയാണ്. നീ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക, സ്വന്തം ബുദ്ധിയെ അമിതമായി ആശ്രയിക്കരുത്, അപ്പോൾ നീ നടക്കേണ്ട വഴി കർത്താവ് കാണിച്ചു തരും. ഈ അട്ടപ്പാടിയിൽ വലിയ പഠിപ്പും വലിയ ക്വാളിഫിക്കേഷനും വലിയ ബിരുദങ്ങളൊന്നും ഇല്ലാത്തവരായിരുന്നെങ്കിലും ഇവിടെ ഈ മലമടക്കുകളിൽ കൃഷി ചെയ്തും ഈ മലമടക്കുകളിൽ കന്നുകാലികൾ വളർത്തിയും ഈ മലമടക്കുകളിലെ ഓരോ കഷ്ടതകളിൽ ഞെരുങ്ങുന്ന ദൈവജനം അവരുടെ കഷ്ടതയുടെ നടുവിൽ ദൈവവചനം പഠിച്ചും ദൈവവചനം പ്രസംഗിച്ചും ദൈവവചനം അനുസരിച്ച് ജീവിച്ചും കർത്താവിനെ മഹത്വപ്പെടുത്തുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിൽ ചില ആളുകൾ അവർ വലിയ പഠിപ്പും ബിരുദമൊന്നും ഇല്ലെങ്കിലും അവർ ദൈവവചന പുസ്തകം തുറന്ന്, സത്യവേദ പുസ്തകം തുറന്ന്, വിശുദ്ധ ബൈബിൾ തുറന്ന് അതിലെ ഓരോ വചനങ്ങൾ പറയുമ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് അന്ന് വരെ മനസ്സിലാകാതിരുന്ന ഒരുപാട് ആത്മീയ രഹസ്യങ്ങൾ വെളിപ്പെട്ട് കിട്ടാൻ തുടങ്ങി. ഹല്ലേലൂയ. യേശുക്രിസ്തു ഏകരക്ഷകൻ അല്ലെങ്കിൽ പരിശുദ്ധ ത്രിത്വം, ഇതുപോലെ തിയോളജിക്കൽ ക്ലാസ്സുകളിൽ വളരെ ഗഹനവും നിഗൂഢവുമായ വളരെ മിസ്റ്റിക്കലായ പല വിഷയങ്ങളും ഈ വലിയ വിദ്യാഭ്യാസവും ക്വാളിഫിക്കേഷനുള്ള ആളുകൾ ബൈബിൾ തുറന്ന് ദൈവവചനങ്ങൾ പറയാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ ചുരുളുകൾ അഴിഞ്ഞ് വലിയ വെളിപാടുകൾ എനിക്ക് ഗ്രഹിക്കാൻ, മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും സാധിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഈ അട്ടപ്പാടി മലമുകളിൽ വെച്ച് എനിക്ക് മനസ്സിലായ ഒരു സംഗതിയുണ്ട്. 119-ാമത്തെ സങ്കീർത്തനത്തിലെ 130-ാമത്തെ തിരുലിഖിതം, അങ്ങയുടെ വചനത്തിൻ്റെ ചുരുളുകൾ അഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു, എളിയവർക്ക് അത് അറിവ് പകരുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ചുരുളുകൾ ഇങ്ങനെ അഴിഞ്ഞിങ്ങനെ വരുമ്പോൾ
ഞാനും നിങ്ങൾ ദൈവവചന പ്രഘോഷണം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ സ്വീകരിക്കുകയും ഹൃദയത്തിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും അവിടുത്തെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്ന വിധം ഒരു എളിമ ഞാൻ നിങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ചെയ്താൽ അവിടുത്തെ ഓരോ വചനങ്ങളും ചുരുളഴിഞ്ഞ് വരുമ്പോൾ പ്രകാശം പരക്കുന്നു, എളിയവർക്ക് അത് അറിവ് പകരുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഈ വലിയ വിവരം വിദ്യാഭ്യാസവും വലിയ ബിരുദങ്ങളൊന്നും ഇല്ലെങ്കിലും ഈ എളിയ മക്കൾ വചനം അവരുടെ ഹൃദയത്തിൽ നിന്ന് ഇങ്ങനെ പറയുമ്പോൾ ദൈവത്തിൻ്റെ വെളിപാടുകൾ, പ്രകാശം, ജ്ഞാനത്തിൻ്റെ ഒരു അഭിഷേകം, ഒരു തിരിച്ചറിവിൻ്റെ ഒരു അഭിഷേകം കുറേശ്ശെ എൻ്റെ ജീവിതത്തിലേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ അന്ന് പറഞ്ഞു, ദൈവമേ, എനിക്കും ഹൃദയം കൊണ്ട് വചനം പഠിക്കണം. ബുദ്ധിയിലുള്ള അറിവിനേക്കാൾ എൻ്റെ ഹൃദയം കൊണ്ട് ദൈവവചനം സ്വീകരിക്കണം. ഈ ദൈവവചനം സ്വീകരിക്കുമ്പോഴാണ് സത്യജ്ഞാനത്തിൻ്റെ പൂർണ്ണത കിട്ടുന്നത് എന്ന് പരിശുദ്ധാത്മാവിൽ എനിക്കൊരു പ്രകാശം ലഭിച്ചു. അതിനെക്കുറിച്ച് വീണ്ടും അന്വേഷിച്ചപ്പോൾ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 15 മുതൽ 17 വരെ വാക്യങ്ങളിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ രക്ഷ പ്രാപിക്കുന്നതിന് നിന്നെ ജ്ഞാനിയാക്കുന്ന വിശുദ്ധ ലിഖിതങ്ങൾ ബാല്യം മുതൽ നീ പഠിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ വിശുദ്ധ ലിഖിതങ്ങളുടെ പ്രത്യേകത എന്താണ്? അത് യേശു ക്രിസ്തുവിലൂടെയുള്ള വിശ്വാസത്തിലൂടെ രക്ഷ പ്രാപിക്കുന്നതിന് എന്നെ ജ്ഞാനിയാക്കുന്നതാണ് ഈ ദൈവവചനങ്ങൾ. ഞാൻ കുറേ അതും ഇതും തത്വങ്ങളും തിയോളജികളും പഠിച്ചതുകൊണ്ട് യേശു ക്രിസ്തുവിലുള്ള രക്ഷ ആ അനുഭവത്തിലേക്ക് ഞാനും നിങ്ങൾ ഉയരണം നിർബന്ധമില്ല. ദൈവവചനമാണ് എൻ്റെ ഹൃദയത്തെയും നിങ്ങളുടെ ഹൃദയത്തെയും ജ്ഞാനത്തിൻ്റെ അഭിഷേകം കൊണ്ട് നിറയ്ക്കുന്നത്. ഈ ദൈവവചനം വളരെ നിർണായകമായ ഒരു ഘടകമാണ്. അതുകൊണ്ട് പൗലോസ് ശ്ലീഹായിലൂടെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുകയാണ്, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ രക്ഷ പ്രാപിക്കുന്നതിന് നിന്നെ ജ്ഞാനിയാക്കുന്ന വിശുദ്ധ ലിഖിതങ്ങൾ നീ ബാല്യം മുതലേ പഠിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ. വിശുദ്ധ ലിഖിതങ്ങളെല്ലാം ദൈവനിവേശിതമാണ്. അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യുന്നതിന് പര്യാപ്തനാവുകയും ചെയ്യുന്നു. പ്രിയ ദൈവമക്കളെ, മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഞാനും നിങ്ങളും ഈ എന്നെയും നിങ്ങളെ ജ്ഞാനിയാക്കുന്ന വചനം അങ്ങോട്ട് സ്വീകരിച്ചാൽ, ഞാനും നിങ്ങളെ വചനം അങ്ങോട്ട് എളിമപ്പെട്ട് അങ്ങോട്ട് ഹൃദയം കൊണ്ട് സ്വീകരിച്ചാൽ, ഈ ദൈവവചനം എന്നെയും നിങ്ങളെയും പുണ്യ പരിപൂർണതയുടെ മാർഗത്തിലേക്ക് ഉയർത്തുകയാണ്. എന്നെയും നിങ്ങളെയും മഹത്വത്തിൻ്റെ വഴികളിലേക്ക് ഉയർത്തുകയാണ്. എന്നെയും നിങ്ങളെയും അത് ജ്ഞാനിയാക്കി മാറ്റുകയാണ്. എന്നെയും നിങ്ങളെയും അത് നിത്യരക്ഷയിലേക്ക് കൈപിടിച്ച് ഉയർത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ചരിത്രത്തിലേക്ക് നിങ്ങൾ നോക്കുക. ചരിത്രത്തിൽ നമ്മൾ കാണുന്ന കൊച്ചു ത്രേസ്യ പുണ്യവതി, അല്ലെങ്കിൽ വിശുദ്ധ ജോൺ മരിയ വിയാനി പുണ്യവാളൻ, അവരെല്ലാം ദൈവവചനം ഹൃദയം കൊണ്ട് അങ്ങോട്ട് സ്വീകരിച്ചു. അത് ഫുള്ളായിട്ട് അങ്ങോട്ട് വിശ്വസിച്ച്, എന്നിട്ട് ആ വചനത്തിൻ്റെ ആ ശക്തി കൊണ്ട് ജീവിതത്തിൽ അങ്ങോട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. ആർസ് എന്ന് പറഞ്ഞ ഒരു കുഗ്രാമം, ആരും അധികം ശ്രദ്ധിക്കാത്ത ഒരു കുഗ്രാമം, മഹാപാപങ്ങൾ നിറഞ്ഞൊരു സ്ഥലം, അന്ധകാരാവൃതമായൊരു ദേശം, എല്ലാവരും പലതരത്തിലുള്ള അനുസരണക്കേടിലും വെറിക്കൂത്തുകളിലും മുഴുകിയിരുന്നൊരു ദേശം, വലിയ തരത്തിലുള്ള വികട സ്വഭാവങ്ങളൊക്കെ കാണിച്ചിരുന്ന ആളുകൾ, ആ പള്ളിയിൽ കുർബാനയ്ക്ക് പോലും വരാൻ താല്പര്യമില്ലാതിരുന്ന ജനം. അങ്ങനത്തെ ഒരു ജനത്തിന് നടുവിലേക്കാണ് ഈ വലിയ പാണ്ഡിത്യവും വലിയ കഴിവൊന്നുമില്ലായിരുന്ന ഈ ജോൺ മരിയ വിയാനി പുണ്യാളൻ അച്ഛൻ പോയത്. ആ അച്ഛൻ്റെ പ്രത്യേകത, അച്ഛൻ ധാരാളം ജപമാല ചൊല്ലും, അച്ഛൻ ധാരാളം പ്രാർത്ഥിക്കും. പിന്നെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനങ്ങൾ അത് അതുപോലെ തന്നെ ഫുള്ളായിട്ട് അക്സെപ്റ്റ് ചെയ്യും. അത് സ്വീകരിച്ചിരുന്നു. എന്നിട്ട് ഈ വചനങ്ങൾ ആൾക്കാരിൽ നിന്ന് അങ്ങോട്ട് പറയും. അങ്ങനത്തെ ഒരു അച്ഛനായിരുന്നു വിശുദ്ധ ജോൺ മരിയ വിയാനി പുണ്യാളൻ അച്ഛൻ. ഹല്ലേലൂയ.